അപ്പോൾ നമ്മുടെ രാഹുൽ ഗാന്ധി ഉന്നയിച്ച വോട്ട് ചോരി ആരോപണവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് തൃശ്ശൂരിൽ ഒരുപാട് ആരോപണങ്ങൾ ഉയർന്നിരുന്നു. അതിൻ്റെ പശ്ചാത്തലത്തിൽ സുരേഷ് ഗോപി പല കാര്യങ്ങളിലും ആ ഛത്തീസ്ഗഡ് കന്യാസ്ത്രീകളുടെ വിഷയത്തിലും ഈ കാര്യത്തിലൊന്നും മിണ്ടുന്നില്ല എന്ന് പറഞ്ഞിട്ടൊക്കെ പ്രതിഷേധം ഉയർന്നിരുന്നു. അതിപ്പോഴും അങ്ങനെ തന്നെയാണ്. അതാണ് ഇന്ന് രാവിലെ ഞാൻ കണ്ട ന്യൂസ്. പുള്ളി ഇപ്പോഴും ഒന്നും മിണ്ടുന്നില്ല. എല്ലാവർക്കും നന്ദി എന്നുള്ളതാണ് പുള്ളിയുടെ ഒരു നിലപാട്. അതാണ് മീഡിയയിലൂടെ പറഞ്ഞതും. അപ്പോൾ പിന്നെ ഇന്ന് വന്ന മറ്റൊരു കാര്യം, കോൺഗ്രസിനെതിരെ, അതായത് രാഹുൽ ഗാന്ധി മത്സരിച്ചിരുന്ന പ്രിയങ്ക ഗാന്ധി ഇപ്പോൾ MP ആയിട്ടുള്ള വയനാട് മണ്ഡലത്തിലും, അതേപോലെ തന്നെ MK സ്റ്റാലിൻ്റെ തമിഴ്നാടിൻ്റെ മുഖ്യമന്ത്രി MK സ്റ്റാലിൻ മത്സരിച്ചിട്ടുള്ള മണ്ഡലത്തിലും, അതുപോലെ തന്നെ റായ്ബറേലി രാഹുൽ ഗാന്ധി MP ആയിട്ടുള്ള മണ്ഡലത്തിലൊക്കെ, അതേപോലെ അഖിലേഷ് യാദവ് അദ്ദേഹത്തിൻ്റെ ഭാര്യ ഇവരൊക്കെ മത്സരിച്ച മണ്ഡലങ്ങളിൽ ഇത്തരത്തിലുള്ള കള്ളവോട്ടുകൾ ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ BJPയുടെ അനുരാജ് താക്കൂർ എന്ന് പറയുന്ന വ്യക്തി ഇപ്പോൾ പ്രസ് മീറ്റിലൂടെ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ രാഹുൽ ഗാന്ധി ഉയർത്തിയ പോലെ കാര്യകാരണ സഹിതം തെളിവുകൾ ഹാജരാക്കി കാര്യം പറയാനൊന്നും ഇദ്ദേഹം മെനക്കെട്ടിട്ടില്ല. അതൊന്നും ഇദ്ദേഹം ചെയ്തിട്ടില്ല. വെറുതെ മൈക്കിലൂടെ ആരോപണം വിളിച്ചു പറയാന്നുള്ളതാണ്. പക്ഷേ രാഹുൽ ഗാന്ധി പറഞ്ഞ ഒരു കാര്യത്തിനും മറുപടിയും കൊടുത്തിട്ടില്ല. പിന്നെ മറ്റൊരു കാര്യം ഞാൻ ഇന്നലെ പറയണമെന്ന് വിചാരിച്ചതാണ്, പക്ഷെ ഇന്നലെ പറയാൻ കഴിയാത്തതുകൊണ്ട് മറന്നുപോയി. നമ്മുടെ നാട്ടിലിപ്പോൾ ഇന്ത്യയിലൊട്ടാകെ ഈ ഒരു ക്രമക്കേട് നടന്നിട്ടുണ്ടെന്ന് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു. നമ്മുടെ നാട്ടിലിപ്പോൾ പല സ്ഥലത്തും, അതായത് ഇപ്പോൾ കോഴിക്കോടും ഒരു ആരോപണം വന്നിരിക്കുന്നു, കൊച്ചിയിൽ ഒരു ആരോപണം വന്നിരിക്കുന്നു. മീഡിയയിലൂടെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. അപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തെത്തിയിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ എല്ലാ മണ്ഡലങ്ങളിലും ഇതുപോലത്തെ ചെക്കിംഗ് നടത്തണം, പരിശോധന നടത്തണം. എന്നാൽ മാത്രമേ നമുക്കൊരു നല്ല രീതിയിലുള്ളൊരു എവിടെയെങ്കിലുമൊക്കെ തട്ടിപ്പ് നടത്തിയിട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ, നല്ലൊരു തെരഞ്ഞെടുപ്പ് നടത്താൻ സാധിക്കുകയുള്ളൂ.